കഴിഞ്ഞ മാസങ്ങളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഹൃദയഭേദകമായ മരണങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുല്യശേഖർ, വിഭജിക മണിയൻ, ഫസീല തുടങ്ങിയ യുവതികൾ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ദുരുപയോഗത്തിനും നിയന്ത്രണത്തിനും അക്രമത്തിനും ഇരയായി ജീവൻ നഷ്ടപ്പെട്ടു. ഇവ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അവ അഭിമുഖീകരിക്കേണ്ട വ്യവസ്ഥാപരമായ പരാജയത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവഗണിക്കരുത്. പെൺകുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാനും അവരെ ജോലി ചെയ്യാൻ അനുവദിക്കാനും മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. മാതാപിതാക്കൾ മകൾക്ക് ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ ഉയർന്ന പദവിയും ഉയർന്ന ശമ്പളവും സമൂഹത്തിൽ അറിയപ്പെടുന്ന ജോലിയും മാത്രം നോക്കിയാൽ പോരാ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഇങ്ങനെയൊരു സ്ത്രീധനം ആവശ്യമായി വരുന്നതെന്നും ചിന്തിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ജീവിതം വിലപേശാനുള്ള വിലയല്ല. നിങ്ങൾ ബഹുമാനവും സ്നേഹവും സുരക്ഷയും അർഹിക്കുന്നു. എപ്പോഴും സ്ത്രീധനം കൊടുക്കരുത്, സ്ത്രീധനം വാങ്ങരുത്. നിങ്ങളുടെ മക്കളെ മിത്രങ്ങളായി വളർത്തുക, അക്രമികളല്ല. അതുല്യശേഖർ, വിഭജിക മണിയൻ, ഫസീല പോലെ ഒരു രക്ഷിതാവിനും ഇനി ഒരിക്കലും നഷ്ടപ്പെടരുത്.